അതുപോലെ ഒരു മത്സരബുദ്ധി ഇല്ലെങ്കിൽ പലപ്പോഴും അത് ട്രാജഡീസാണ് അവസാനിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വൈരാഗ്യത്തിനും അല്ലെങ്കിൽ അസൂയ മൂത്ത് ഓരോ അതിക്രമങ്ങൾ ചെയ്യുന്നതിനും അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത സാഹചര്യത്തിലാകുകയും സമ്മർദ്ദം ഏറുകയും ഒക്കെ ചെയ്യുമ്പോൾ ആരോഗ്യകരമായിട്ടുള്ള ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് നേടി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നാം പഠിച്ചെടുക്കണം. മൂന്നാമത് പറയുന്നത്, ജീവിതത്തിൽ സമ്മർദ്ദം കയറി വരും. സമ്മർദ്ദം എങ്ങനെ കൈകാര്യം ചെയ്യണം? സ്ട്രെസ് മാനേജ്മെന്റ്. സമ്മർദ്ദം എങ്ങനെ കൈകാര്യം ചെയ്യണം? അനുദിനം അടിക്കടി എന്നൊരു കുഞ്ഞു പിറന്ന് വീഴുമ്പോൾ തന്നെ സമ്മർദ്ദമുണ്ട്. LKG പോകുമ്പോൾ വലിയ കിലോ ബാഗായിട്ടാണ് പോകുന്നത്. അന്നേരം മുതൽ സമ്മർദ്ദമുണ്ട്. അമ്മയോട് മാറുമ്പോൾ അത് കരയാൻ തുടങ്ങും. അപ്പോൾ പിറന്ന് വീഴുന്ന കുട്ടിക്ക് മുതൽ സമ്മർദ്ദമുണ്ട്. അപ്പോൾ ജീവിതത്തിൽ സമ്മർദ്ദം ഒഴിച്ചുകൂടാൻ പറ്റുന്ന ഒരു സാഹചര്യവുമല്ല. ഈ സമ്മർദ്ദത്തെ എങ്ങനെ അതിജീവിക്കണമെന്ന് നമ്മൾ പഠിച്ചെടുക്കണം. അതാണ് അടുത്ത പ്രധാന പാഠ്യവിഷയം. പിന്നെ നമ്മൾ എന്തൊക്കെ പഠിച്ചെടുക്കണം? സാമൂഹ്യ അവബോധം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് തീരെയില്ല. അതായത് നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ചോ, ആരാണ് ഭരിക്കുന്നതെന്നോ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തെക്കുറിച്ചോ, സമൂഹത്തെക്കുറിച്ചോ, സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ എന്താണോ, എന്തൊക്കെയാണ് നമ്മൾ അനുദിനം നേരിടുന്ന ദൈനംദിന പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ, ഇതൊന്നും അറിയാത്തവരായിരിക്കരുത്. സോഷ്യൽ അവയർനെസ് നമുക്ക് ആവശ്യമാണ്. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് കൺട്രോൾ ഓഫ് ഇമോഷൻസ്. പലപ്പോഴും നമ്മൾ തെറ്റി വീഴുന്നത് ഇവിടെയാണ്. നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് അറിയാതെ വരുന്നു. മറ്റുള്ളവരെ സഹിക്കുക, അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുക, അവർക്ക് വേണ്ടിയിട്ട് ഒരു നിമിഷമെങ്കിലും ചിലവാക്കുക, ഇത്തരം മൂല്യങ്ങൾ നിറഞ്ഞതാകണം നമ്മുടെ ജീവിതം. എങ്കിലേ നമ്മുടെ ജീവിതത്തിൽ വിജയം കൊയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇതും ഒരു ജീവിത നിപുണതയാണ്. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത്, ജീവിതത്തിൽ നമ്മളിങ്ങനെ ജീവിച്ചു മുന്നേറുമ്പോൾ ചിലപ്പോൾ തോൽവികൾ സംഭവിക്കും. എത്ര കുട്ടികൾ കഴിഞ്ഞ ഒരു 1-2 വർഷത്തിനിടയിൽ ആത്മഹത്യ ചെയ്തു എന്നുള്ളത് ഞാൻ പറയുന്നില്ല. പ്രത്യേകിച്ച് കോവിഡിന്റെ സമയത്ത് മുഖ്യമന്ത്രി തന്നെ പത്രസമ്മേളനം നടത്തിയപ്പോൾ വലിയൊരു സംഖ്യ കേട്ട് നമ്മളെല്ലാവരും ഞെട്ടിയവരാണ്. അപ്പോൾ എത്ര പേര് ആത്മഹത്യ ചെയ്യുന്നു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എങ്കിലും 17 വയസ്സിന് താഴെയുള്ള ഒരുപാട് കുട്ടികൾ ആ ഒരു വഴി ജീവിതത്തിൽ നിരാശ വരുമ്പോൾ, തോൽവി വരുമ്പോൾ ആ ഒരു മാർഗം തിരഞ്ഞെടുക്കുന്നുണ്ട്. ജീവിതത്തിൽ തോൽവി വരുമ്പോൾ എങ്ങനെ നമ്മൾ അതിനെ നേരിടണം, എങ്ങനെ ജയോത്സവമായി മുന്നോട്ട് പോകണം, അതിനെ മറികടന്ന് എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് നമ്മൾ പഠിച്ചെടുക്കണം. അതും ഒരു ജീവിത നിപുണതയാണ്. തോൽവി വരുമ്പോൾ തട്ടി വീഴാനോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ നാച്ചുറലൈസ് ചെയ്ത് മറ്റു രീതിയിൽ പല തീരുമാനങ്ങൾ, തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനോ അല്ല, അതിനെ എങ്ങനെ മറികടക്കാം, അതിനെ എങ്ങനെ നമുക്ക് ഒരു വിജയത്തിന്റെ പാതയിലേക്ക് നമ്മളെ തന്നെ ഗൈഡ് ചെയ്ത് മുന്നോട്ട് പോകാം, അതും നമ്മൾ പഠിച്ചെടുക്കേണ്ടത് ആവശ്യമാണ്. ഇനിയുള്ളത് കുട്ടികളെല്ലാവരും പഠിച്ചെടുക്കേണ്ട ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്, നമുക്ക് ഒരുപാട് ഹെൽത്ത് റെൻഡറിങ് പോയിന്റ്സ് ഉണ്ടാവും. ഒരുപക്ഷെ വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രശ്നത്തിലാകാം, പഠനത്തിലാകാം, അല്ലെങ്കിൽ കരിയറിലാകാം. ഒരുപാട് നമുക്ക് ഹെൽത്ത് റെൻഡറിങ് പോയിന്റ്സ് ഉണ്ട്. പലപ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോൾ, വഴിമുട്ടി നിൽക്കുമ്പോൾ, മുന്നോട്ട് പോകാൻ ഒരു ചെറുത് വയ്ക്കാൻ സാധിക്കാതെ വരുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ കുഴകുന്ന അവസരത്തിൽ കുട്ടികൾ വന്ന് എത്തിപ്പെടാനായിട്ടുള്ള സാധ്യത. അപ്പോൾ ഇത്തരം സാധ്യത വരുമ്പോൾ എവിടെ നിന്നും സഹായം തേടണം, അല്ലെങ്കിൽ ഏതാണ് ആപ്റ്റായിട്ടുള്ള പോയിന്റ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇന്ന പ്രശ്നം വരുമ്പോൾ ഇന്ന ആളിനെ ആശ്രയിക്കണം, ഇന്ന പ്രശ്നം വരുമ്പോൾ ഇന്ന ആളിനെ കോൺടാക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ സഹായം എടുക്കണം എന്നുള്ള ഹെൽത്ത് റെൻഡറിങ് പോയിന്റ്സ് കുട്ടികൾ അറിഞ്ഞിരിക്കണം. ഇത്തരം കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എന്ത് പഠിക്കണം എന്നുള്ളതിൻ്റെ ഉത്തരം. ഈ 8 കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജയോത്സവമായിട്ട് തന്നെ മുന്നോട്ട് പോകാം. അടുത്തത് എന്തിന് പഠിക്കണമെന്നുള്ളതാണ്. എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? നമ്മളെന്തിനാണ് പഠിക്കുന്നത്? ജോലിയില്ല, വരുമാന മാർഗമുണ്ടാകാൻ വിദ്യാഭ്യാസം സർവ്വധനാൽ പ്രധാനമെന്നാണ് പറയുന്നത്.